ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. എന്താണ് റീപ്രൊഡക്ഷൻ? വാട്ട് യു മീൻ ബൈ റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ഗീവ്സ് റൈസ് ടു യങ് വൺ സിമിലർ ടു ഇറ്റ് സെൽഫ്. അതായത് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൈവ പ്രക്രിയയാണ്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. അവിടെ ഒരു ജീവി തനിക്ക് സമാനമായ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നു. അതായത് ഒരു ഓർഗാനിസം അതിനോട് സിമിലർ ആയിട്ടുള്ള യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ബേസ്ഡ് ഓൺ വെദർ ദർ ഈസ് പാർട്ടിസിപ്പേഷൻ ഓഫ് വൺ ഓർഗാനിസം ഓർ ടു ഇൻ ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ, ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. അതായത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ എത്ര ഓർഗാനിസംസ് പങ്കെടുക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് 2 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും. ഫസ്റ്റ് വൺ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ? എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് യൂണിപേരന്റൽ. യൂണിപേരന്റൽ, യൂണി മീൻസ് സിംഗിൾ. That means there is only a single parent. The single parent is capable of producing their offsprings. അതായത് ആ ഒരു ഒറ്റ പേരൻറ്റിന് തന്നെ അതിൻ്റെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അവിടെ ഗ്യാമീറ്റ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഗ്യാമറ്റിക് ഫ്യൂഷനും ഇല്ല. ദെൻ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ക്ലോൺ എന്നാണ്. ക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ എസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് മോർഫോളജിക്കലി, അതായത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സിലും അതുപോലെ തന്നെ ജനറ്റിക്കലി ജനതീകപരമായ ഫീച്ചേഴ്സ് കൊണ്ടും സിമിലർ ആയിട്ടുള്ള ഒരേപോലത്തെ ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ക്ലോൺ എന്ന് പറയുന്നത്. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോൺ അവയുടെ പേരൻസിൻ്റെ എക്സാക്റ്റ് കോപ്പീസ് ആയിരിക്കും. Clones are exact copies of their parents and are identical to one another. Then, modes of asexual reproduction in organism. അതായത് ഓർഗാനിസത്തിൽ എങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, ആ വഴികൾ പലതരത്തിലുണ്ട്. ഫസ്റ്റ് വണ്ണാണ് സെൽ ഡിവിഷൻ. അതായത് ഇവിടെ ഒരു പേരൻ്റ് സെല്ല് ഉണ്ടാകും. ആ പേരൻ്റ് സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ഓരോ സെൽസും ഒരു പുതിയ ഓർഗാനിസമായിട്ട് വളരുന്നു. സെൽ ഡിവിഷൻ സാധാരണയായിട്ട് കാണുന്നത് പ്രൊട്ടിസ്റ്റയിലും മൊണീറയിലും ഒക്കെയാണ്. ദെൻ ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെല്ല്, ഒരു പേരൻ്റ് സെല്ല് ഉണ്ടാകും. ആ പേരൻ്റ് സെല്ല് 2 പകുതികളായിട്ട് ഡിവൈഡ് ചെയ്യും, 2 ഹാഫ്സ് ആയിട്ട്. എന്നിട്ട് ആ ഓരോ ഹാഫ്സും പെട്ടെന്ന് തന്നെ ഒരു പുതിയ അഡൾട്ടായിട്ട് വളർന്നു വരുന്നു. ഇവിടെ ഇമേജ് കൊടുത്തിരിക്കുന്നത് അമീബയിലെ ബൈനറി ഫിഷനാണ്. അതായത് അമീബയുടെ ഒരു പേരൻ്റ് സെല്ലുണ്ട്. ആ പേരൻ്റ് സെല്ലിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറി അതൊരു 2 സൈഡിട്ട് പതുക്കെ പോയി തുടങ്ങുന്നു. അങ്ങനെ അത് 2 സൈഡിൽ ചെന്ന് സെപ്പറേറ്റ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു. ഈ ഡോട്ടർ സെൽസ് പെട്ടെന്ന് തന്നെ വളർന്ന് അഡൾട്ടായി മാറും. ദെൻ അത് ബൈനറി ഫിഷൻ സാധാരണയായിട്ട് കാണാറ് അമീബയിലും പാരാമീഷ്യത്തിലൊക്കെയാണ്. നെക്സ്റ്റ് വണ്ണാണ് ബഡിങ്. ബഡിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചെറിയ ബഡ്സ് ഉണ്ടാകും. അത് പേരൻ്റ് സെല്ലിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. അത് പതുക്കെ ആ പേരൻ്റ് സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു പുതിയ ഓർഗാനിസമായിട്ട് മെച്യൂർ ചെയ്ത് വരും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈസ്റ്റിലെ ബഡിങ് ആണ്. അവിടെ ഒരു പേരൻ്റ് സെൽ നമുക്ക് കാണാം. അതിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് ഒരു ചെറിയ ബഡ്, ഒരു ചെറിയ മുള പോലെ റൈസ് ചെയ്ത് വരുന്നു. ആ മുള പതുക്കെ അവിടെ നിന്ന് വളർന്ന് ആ പേരൻ്റ് സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓർഗാനിസം, അതായത് ഒരു പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. അതാണ് ബഡിങ്. ബഡിങ് കാണുന്നത് ഈസ്റ്റിലും ഹൈഡ്രയിലും ഒക്കെയാണ് സാധാരണയായിട്ട് ബഡിങ് കാണുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എൻസിസ്റ്റേഷൻ അല്ലെങ്കിൽ സ്പോറുലേഷൻ. എൻസിസ്റ്റേഷൻ അല്ലെങ്കിൽ സ്പോറുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫേവറബിൾ കണ്ടീഷൻസിൽ, അതായത് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അമീബ അതിൻ്റെ സ്യൂഡോപോഡിയ വിഡ്രോ ചെയ്യുന്നു. സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞാൽ അമീബയ്ക്ക് ലൊക്കോമോഷനും ഇഞ്ചക്ഷനും വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററി ആം ലൈക്ക് പ്രൊജക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും, സ്യൂഡോപോഡിയ. അപ്പോൾ ഈ അമീബ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അതിൻ്റെ സ്യൂഡോപോഡിയ പിൻവലിക്കുന്നു, വിഡ്രോ ചെയ്യുന്നു. എന്നിട്ട് അതിന് ചുറ്റും ഒരു 3 ലെയറുള്ള നല്ല കട്ടിയുള്ള ഒരു സിസ്റ്റ്, അതായത് ഒരു പാളി പോലെ
അത് സെക്രീറ്റ് ചെയ്യുന്നു. 3 ലെയറുള്ള പാളികൾ അല്ലെങ്കിൽ ഒരു തൊലി പോലെ അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് അമീബ ഇരിക്കുന്നു. ഒരു സിസ്റ്റ് അതിന് ചുറ്റും ഫോം ചെയ്യുന്നു. അതാണ് എൻസിസ്റ്റേഷൻ. ദെൻ സ്പോറുലേഷൻ. സ്പോറുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലമായ സാഹചര്യങ്ങളിൽ, ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഈ സിസ്റ്റിൻ്റെ ഉള്ളിലുള്ള അമീബ അല്ലെങ്കിൽ എൻസിസ്റ്റഡ് ആയിട്ടുള്ള അമീബ മൾട്ടിപ്പിൾ ഫിഷൻ വഴി ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് കുറേ മൈന്യൂട്ടായിട്ടുള്ള അമീബ അല്ലെങ്കിൽ നമുക്കതിനെ സ്യൂഡോപോഡിയോസ്പോർസ് എന്ന് വിളിക്കാം. മൈന്യൂട്ടായിട്ടുള്ള അമീബ അല്ലെങ്കിൽ സ്യൂഡോപോഡിയോസ്പോർസ് ഉണ്ടാകുന്നു. എന്നിട്ട് ഈ സെൽ എന്ത് ചെയ്യുന്നു, ഈ സിസ്റ്റ് ബസ്റ്റ് ചെയ്യുന്നു. അതായത് ഈ സിസ്റ്റ് പൊട്ടി ഈ സ്പോർസ് എല്ലാം ലിബറേറ്റ് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് ലിബറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഓരോ സ്പോറും ഒരു പുതിയ അമീബയായിട്ട് വളർന്നു വരുന്നു. അപ്പോൾ അതാണ് എൻസിസ്റ്റേഷനും സ്പോറുലേഷനും. എൻസിസ്റ്റേഷനും സ്പോറുലേഷനും എക്സാമ്പിൾ അമീബ തന്നെയാണ്. ദെൻ ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ബോഡി ബ്രേക്ക് ചെയ്തിട്ട് കുറേ ഫ്രാഗ്മെൻറ്റ്, അതായത് ബോഡി മുറിഞ്ഞ് കുറേ കഷ്ണങ്ങളായിട്ട് മാറുന്നു. ആ ഓരോ കഷ്ണവും ഒരു അഡൾട്ടായിട്ട് വളർന്നു വരുന്നു. ഫ്രാഗ്മെൻറ്റേഷന് എക്സാമ്പിൾ ഹൈഡ്രയാണ്. ദെൻ സൂസ്പോസ്. സൂസ്പോഴ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മോട്ടൈൽ സ്ട്രക്ചേഴ്സ് ആണ്. മൈക്രോസ്കോപ്പിക് മീൻസ് അത് നമുക്ക് കണ്ണിലൂടെ, അതായത് നമ്മുടെ നേക്കഡ് ഐസ് വെച്ച് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, ഒരു മൈക്രോസ്കോപ്പിക്കിടെ മാത്രമാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ. അതാണ് മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞത്. അപ്പം മൈക്രോസ്കോപ്പിക് മോട്ടൈൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മോട്ടൈൽ, അതിന് മൂവ്മെൻ്റ് ഉള്ള സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ലൊക്കോമോട്ടറി ഓർഗൻസ്, ഫ്ലജല്ല പോലെയുള്ള എന്തെങ്കിലും ലൊക്കോമോട്ടറി ഓർഗൻസ് ഉണ്ടാവും മോട്ടൈൽ എന്ന് പറയുമ്പോൾ. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മോട്ടൈൽ സ്ട്രക്ചേഴ്സ് ആണ് സൂസ്പോസ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്ലമൈഡോമോണാസ് എന്ന് പറഞ്ഞ ആൽഗയാണ്. ഈ ക്ലമൈഡോമോണാസിൻ്റെ എന്ന് പറഞ്ഞ ആൽഗയുടെ ഉള്ളിൽ നിന്ന് കുറേ മോട്ടൈലായിട്ടുള്ള കുഞ്ഞു ക്ലമൈഡോമോണാസ് ലിബറേറ്റ് ചെയ്യുന്നു, സൂസ്പോഴ്സ്. ആ സൂസ്പോഴ്സ് ആണ് അവിടെ കാണിച്ചേക്കുന്നത്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മോട്ടൈൽ സ്ട്രക്ചേഴ്സ് ആണ് സൂസ്പോസ്. സൂസ്പോസ് എക്സാമ്പിൾ ഫഞ്ചയും ആൽഗയും. ഇപ്പോൾ ഇവിടെ ക്ലമൈഡോമോണാസ് ഒരു ആൽഗയാണ്. ദെൻ നെക്സ്റ്റ് വൺ, 7th വൺ, കൊണീഡിയ. കൊണീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മോട്ടൈൽ ആയിട്ടുള്ള എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് എസെക്ഷൽ സ്ട്രക്ചേഴ്സ് ആണ്. നോൺ മോട്ടൈൽ എന്ന് പറയുമ്പോൾ ഇതിന് അങ്ങനെ ഫ്ലജല്ലയോ അങ്ങനെ ലോക്കോമോഷന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ അതിന് വേണ്ടിയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല. നോൺ മോട്ടൈലാണ്, അത് ചലിക്കില്ല, നോൺ മോട്ടൈൽ ആയിരിക്കും. അത് മാത്രമല്ല അത് എക്സോജീനസ്ലി ആണ് ഫോം ചെയ്യുന്നത്. എക്സോജീനസ്ലി മീൻസ് അത് ഔട്ട്സൈഡ്. ഇപ്പോൾ ഈ സൂസ്പോഴ്സ് ആണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലാണ് ഫോം ചെയ്തേക്കുന്നത്. പക്ഷേ എക്സോജീനസ് എന്ന് പറയുമ്പോൾ പുറത്താണ് ഫോം ചെയ്യുക. അത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ പെൻസീലിയത്തിൻ്റെയാണ്. അവിടെ പെൻസീലിയത്തിൻ്റെ ആ ടിപ്പിൽ, അതിൻ്റെ ഔട്ട്സൈഡിലാണ് ആ കൊണീഡിയാസ് ഫോം ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചേക്കുന്ന പോലെ കൊണീഡിയാസ് എക്സോജീനസ്ലി ഔട്ട്സൈഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ കൊണീഡിയ അപ്പോൾ കാണുന്നത് പെൻസീലിയം, അതിലാണ് കൊണീഡിയ കാണുന്നത്. അടുത്തതാണ് ജെമ്മ്യൂൾസ്. ജെമ്മ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോജീനസ്ലി ഫോംഡ് ബഡ്സ് ആണ്. അതായത് നമ്മൾ എക്സോജീനസ്ലി എന്ന് പറഞ്ഞപ്പോൾ പുറത്ത്, എൻഡോജീനസ്ലി എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ഉള്ളിൽ, ഉള്ളിൽ. ഇതിന് ഇവിടെ ഇമേജ് കൊടുത്തേക്കുന്നത് സ്പോഞ്ചിൻ്റെ ഉള്ളിൽ ജെമ്മ്യൂൾസ്, ഒരു ചെറിയ ബഡ് പോലെ ഫോം ചെയ്ത് ആ സ്പോഞ്ചിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത്. അതാണ് ജെമ്മ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ 2 കോളത്തിലായിട്ട് കൊടുത്തേക്കുവാണ്. മോഡ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഓർഗാനിസം എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാം. സെൽ ഡിവിഷൻ അത് കാണുന്നത് മൊണീറയിലും പ്രൊട്ടീസ്റ്റയിലും. ബൈനറി ഫിഷൻ അമീബ, പാരമിഷ്യം. ബഡിങ് അത് കാണുന്നത് ഹൈഡ്രയിലും ഈസ്റ്റിലും. ഫ്രാഗ്മെൻറ്റേഷൻ ഹൈഡ്രയിൽ. എൻസിസ്റ്റേഷനും സ്പോറുലേഷനും അമീബയിൽ. സൂസ്പോഴ്സ് ക്ലമൈഡോമോണാസ്. കൊണീഡിയ പെൻസീലിയം. ജെമ്മ്യൂൾ സ്പോഞ്ച്. ദെൻ നെക്സ്റ്റ് പോർഷനാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പ്ലാന്റ് റീജനറേറ്റ് ചെയ്ത് വരുന്നു വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന്. അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന്, ഒരു പ്ലാന്റിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ട് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൽ നിന്ന് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടായി വരുന്നു.
അതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. അതായത് അതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ആ മോഡിഫൈഡ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് യൂണിറ്റ്സിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിംഗിൾ പേരൻ്റ് ആണുള്ളൂ. അത് നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ യൂണി പേരൻ്റലാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എല്ലാം യൂണി പേരൻ്റലാണ്, ഒരു സിംഗിൾ പേരൻ്റ് ആണുള്ളൂ. ഇനി എവിടെ നിന്നൊക്കെയാണ്, അതായത് ന്യൂ പ്ലാന്റ്സ് ഫ്രം നോട്ട്സ് ഓഫ് മോഡിഫൈഡ് സ്റ്റെം, നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇമേജിൽ പൊട്ടറ്റോ, ഫസ്റ്റ് വൺ പൊട്ടറ്റോ ആണ് കൊടുത്തേക്കുന്നത്. പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ ട്യൂബർ, അവിടെ പൊട്ടറ്റോയിൽ ആ ഇമേജിലാണെങ്കിൽ ഐസ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയേക്കുന്ന കണ്ടില്ലേ, ആ ഐസിൽ നിന്നാണ് പൊട്ടറ്റോയുടെ പുതിയ ബഡ് വന്ന് അതൊരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ജെർമിനേറ്റിംഗ് ഐബഡ്സും ഐസും കാണിച്ചിട്ടുണ്ട്. ആ ഐസ് എന്ന് പറഞ്ഞിടത്തുനിന്ന് ഒരു പുതിയ ബഡ് എറൈസ് ചെയ്ത് ഒരു ചെടിയായിട്ട് മാറുന്നു. ട്യൂബർ, ഐസ്, എക്സാമ്പിൾ പൊട്ടറ്റോ. ദെൻ ജിഞ്ചർ, സെക്കൻഡ് ഇമേജ് ഇഞ്ചിയുടെയാണ്. അവിടെ ഇഞ്ചിയിൽ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സും നോട്ട്സും ബഡ്സും ഒക്കെ കാണാം. ആ ഇഞ്ചിയിൽ നിന്ന് ഹൊറിസോണ്ടലി ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഉണ്ടായി അതൊരു പുതിയ ചെടിയായിട്ട് മാറുന്നു, ജിഞ്ചർ. ദെൻ ബനാനയിലും അതെ, റൈസോം. നമ്മളെല്ലാവരും വാഴവിത്ത് കണ്ടിട്ടുണ്ട്, അതിൻ്റെ അടിയിലെ പോർഷനൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയിലും അതെ. അതിന് നമുക്ക് വേറെ അവിടെ ഒരു സിംഗിൾ പേരൻ്റ്, ഒരു കഷ്ണം ഇഞ്ചി നട്ടാൽ നമുക്ക് അതിൽ നിന്ന് കുറേ വളർന്ന് കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ദെൻ അടുത്തതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ബൾബ്, ഒനിയൻ. അതായത് നമ്മുടെ ഉള്ളിയുടെ ബൾബ്. അതായത് നമ്മളിപ്പോൾ ഉള്ളിയൊക്കെ വീട്ടിൽ മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ അത് തന്നെ ഉള്ളിപ്പാത്രത്തിൽ ഇങ്ങനെ മുളച്ച് നിൽക്കുന്ന കാണുന്നില്ലേ, അതാണ് ഉള്ളിയുടെ ബൾബ്. ദെൻ റണ്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിലത്തേക്കൂടെ ഇങ്ങനെ പടർന്ന് കിടക്കും. നമ്മുടെ പുല്ലുകളൊക്കെ ഇല്ലേ, പടർന്ന് കിടക്കുന്ന പുല്ല്, മിൻറ്റ്, അതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. പിന്നെ ഗ്രാസ്, ഓക്സാലിസ്, ഹൈഡ്രോകോട്ടൈൽ ഒക്കെ എക്സാമ്പിളാണ്. ദെൻ പിന്നെ സക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും സക്കർ എന്ന് പറയുമ്പോൾ. അതിന് എക്സാമ്പിൾ ക്രൈസാന്തം. അതായത് ഈ നമ്മുടെ ജമന്തിയിൽ നമുക്കറിയാം, ഈ ജമന്തിയുടെ ചെടിയുടെ സൈഡിൽ നിന്ന്, അതായത് മണ്ണിന് മുകളിലായിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് പുതിയ എന്താണ് ഒരു സ്റ്റെം, സബേരിയൽ സ്റ്റെം, അതായത് മണ്ണിന് മുകളിലൂടെ, അതായത് മണ്ണിലല്ലാതെ മണ്ണിന് മുകളിലൂടെ, ഉള്ളിക്കൂടെ അല്ല, മണ്ണിന് മുകളിലൂടെ ഒരു സ്റ്റെമ്മ് വളർന്നു വന്നിട്ട് അതിൽ നിന്ന് പുതിയൊരു ചെടി ഉണ്ടായി വരുന്നു. അത് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് ജമന്തിയിലൊക്കെയാണ്. ദെൻ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് കുളവാഴ, ഐക്കോർണി അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്ത് എന്നൊക്കെ അറിയപ്പെടുന്ന കുളവാഴയിലാണ് നമ്മൾ കാണുന്നത്. ഈ കുളവാഴയിൽ എന്താണ്, ഒരു ചെറിയ തിക്കായിട്ടുള്ള ഇൻ്റർനോഡ് ഉണ്ടാകും. അതിങ്ങനെ പൊട്ടിയാണ് പുതിയ ഉണ്ടായി വരുന്നത്. അതായത് ഒരു ഐക്കോർണിയ ഒരു സ്ഥലത്ത് ഉണ്ടായെങ്കിൽ അത് ഇങ്ങനെ വളർന്ന് ആ പ്രദേശം ഫുള്ളായി മാറും. നമ്മുടെ ഇപ്പോൾ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വാട്ടർ പൊല്യൂഷനിലൊക്കെ കാരണമായിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ ഐക്കോർണിയ. ദെൻ ലീഫ് ബഡിന് എക്സാമ്പിൾ ബ്രയോഫിലം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇലമുളച്ചി നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇല പറിച്ച് നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞാൽ അതൊരു പുതിയ ചെടിയായിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് കുറേ കുഞ്ഞു പ്ലാന്റ്സ് ഉണ്ടായി വരും. ഇവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട് ഇലമുളച്ചിയുടെ. ആ ഒരു ഇലയുടെ സൈഡിൽ നിന്ന് കുറേ ചെടികൾ ഇങ്ങനെ അഡ്വൻറ്റീഷ്യസ് ബഡ്സ് ഇങ്ങനെ എറൈസ് ചെയ്ത് വരുന്നു. ദെൻ ഐക്കോർണിയയുടെ പടം ഓഫ്സെറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ കാണിച്ചിട്ടുണ്ട് ആ ഇമേജ്. പിന്നെ ദേ ബൾബിൽ ഒനിയൻ്റെ പിക്ചറും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ടെറർ ഓഫ് ബംഗാൾ. എന്താണ് ടെറർ ഓഫ് ബംഗാൾ? ഈ ടെറർ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ വാട്ടർ ഹയാസിന്ത് ആണ് ടെറർ ഓഫ് ബംഗാൾ എന്ന് അറിയപ്പെടുന്നത്. വാട്ടർ ഹയാസിന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, കുളവാഴ. അതിൻ്റെ വേറെ പേരാണ് ഐക്കോർണിയ. വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ കുളവാഴ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അക്വാട്ടിക് വീഡാണ്. അതായത് വെള്ളത്തിൽ വളരുന്ന ഒരു തരം കള. അത് വെജിറ്റേറ്റീവ് ആയിട്ട്, അതായത് അതിൻ്റെ ആ വെജിറ്റേറ്റീവ് വഴി അത് പെട്ടെന്ന് തന്നെ വളർന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ അക്വാട്ടിക് ബോഡീസിലൊക്കെ വളർന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇത് വളർന്നു കഴിയുമ്പോൾ ഇത് ആ സ്ഥലത്തെ ഓക്സിജൻ, അതായത് ആ വെള്ളത്തിലെ ഓക്സിജൻ മുഴുവൻ ഡിപ്ലീറ്റ് ചെയ്യും. ഓക്സിജൻ ഡിപ്ലീഷൻ അവിടെ നടക്കും വാട്ടറിൽ.
അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, വാട്ടറിലെ ഓക്സിജൻ ഡിപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീനിനൊന്നും ശ്വസിക്കാൻ, അതായത് മീനിനൊക്കെ ആ വെള്ളത്തിലുള്ള ഓക്സിജൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ ചത്തുപോകാൻ തുടങ്ങും. മീൻ മാത്രമല്ല, വാട്ടറിലുള്ള ബാക്കിയുള്ള എല്ലാ ഓർഗാനിസംസും, ബാക്കിയുള്ള പ്ലാന്റ്സ് ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ആമ അങ്ങനത്തെ ഉള്ള ഓർഗാനിസംസ് ഒക്കെ അതിൻ്റെയൊക്കെ ഡെത്തിന് കാരണമാകും ഈ വാട്ടർ ഹയാസിന്ത് കുറേ ഇങ്ങനെ റാപ്പിഡ് റേറ്റിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അത് മാത്രമല്ല, ഇത് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ദെൻ നമ്മുടെ സെക്കൻഡ് വൺ ആയിരുന്നു. ഇപ്പം നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 പേരൻസ് ഉണ്ട്. അതായത് 2 പേരൻസ് മീൻസ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു സിംഗിൾ പേരൻ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ പേരൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സിൻ്റെ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. ബൈ പേരൻ്റലാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സിൻ്റെ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. ദെൻ ഇനി ഇതിൽ കുറേ ആദ്യത്തെ വന്നതാണ് ഗ്യാമീറ്റോജെനസിസ്. എന്താണ് ഗ്യാമീറ്റോജെനസിസ്? ഗ്യാമീറ്റോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 2 തരത്തിലുള്ള, അതായത് 2 ടൈപ്സിലുള്ള ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്യാമീറ്റ് ഉണ്ടാകുന്നു. 2 തരത്തിലുള്ള ഗ്യാമീറ്റോജെനസിസ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ഗ്യാമീറ്റ്സ് ഏതൊക്കെയാണ്? മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും. പിന്നെ ഈ ഗ്യാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ N, സ്മോൾ ലെറ്റർ N. ഗ്യാമീറ്റ്സ് ഹാപ്ലോയിഡ് ആണ്. ഇനി ഈ ഗ്യാമീറ്റ്സ് 2 തരത്തിലുണ്ടാകാം. ഹോമോഗ്യാമീറ്റ്സ്, ഹെട്രോഗ്യാമീറ്റ്സും. ഹോമോഗ്യാമീറ്റ്സിനെ നമ്മൾ ഐസോഗ്യാമീറ്റ്സ് എന്നും പറയും. ഐസോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ, ഒരേപോലത്തെ ആയിരിക്കും. അതായത് ഈ ഹോമോഗ്യാമീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഗ്യാമീറ്റ്സ്, അതായത് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും മോർഫോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി, അതായത് എക്സ്റ്റേണലി ആൻഡ് അതിൻ്റെ ഫിസിയോളജിക്കൽ ബേസിസിൽ സിമിലർ ആയിരിക്കും. രണ്ടും കാണാൻ എല്ലാം ഒരുപോലെ ഇരിക്കും, മെയിലും ഫീമെയിലും. ഇവിടെ എക്സാമ്പിള് ക്ലാഡോഫോറയാണ്. ഹോമോജീനസ് ഗ്യാമീറ്റ്സിന് എക്സാമ്പിൾ ക്ലാഡോഫോറ എന്ന് പറഞ്ഞാൽ ഒരു ആൽഗയാണ്. ദെൻ പായൽ. ദെൻ ഹെട്രോഗ്യാമീറ്റ്സിനെ നമ്മൾ അനൈസോഗ്യാമീറ്റ് എന്നും പറയും. അനൈസോ എന്ന് വെച്ചാൽ ഡിസിമിലർ, അതായത് ഒരേപോലെ അല്ല. അത് രണ്ടും എന്താണ്? അവിടെ ഈ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും മോർഫോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി എന്താണ്? ഡിസിമിലർ ആയിരിക്കും. അതായത് അതിനെ കാണാനും അതുപോലെ തന്നെ അതിൻ്റെ ഫിസിയോളജിക്കലായിട്ടുള്ള എല്ലാം എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും, ഒരേപോലെ അല്ലായിരിക്കും. ഹെട്രോ അല്ലെങ്കിൽ അനൈസോ, ആ ടേമിൽ നിന്ന് ഹെറ്ററോ ഡിഫറൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഡിസിമിലർ എന്നാണ് അർത്ഥം. ഇവിടെ മെയിൽ ഗ്യാമീറ്റ് വളരെ ചെറുതാണ്. നമ്മുടെ ഹോമോയിൽ കണ്ടോ, ഇവിടെ ക്ലാഡോഫോറയുടെ ആ ഇമേജ് കൊടുത്തേക്കണം. മെയിലും ഫീമെയിലും ഒരേപോലെ തന്നെ. അതിന് രണ്ടിനും ഫ്ലജല്ല ഉണ്ട്, അതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്, രണ്ടും സെയിം ആയിട്ടിരിക്കുന്നു. പക്ഷേ ഹെറ്ററോ വരുമ്പോൾ നോക്കൂ, ഇമേജ് ബി നോക്കൂ, അവിടെ ഒരു ചെറിയ ഒരു മെയിൽ ഗ്യാമീറ്റ്, ആ ഒരു ചെറിയൊരു ഒരു പയർ പോലെ അടക്കുന്നതാണ് ആ മെയിൽ ഗ്യാമീറ്റ്, ആ ചെറിയൊരിത്. ആ മെയിൽ ഗ്യാമീറ്റ് വളരെ ചെറുതുമായിരിക്കും. അതുപോലെ തന്നെ അതിനൊരു ചെറിയ ഫ്ലജല്ല ഉണ്ട്, ഒരു ചെറിയ ലോക്കോമോട്ടറി ആയിട്ട് 1 അല്ലെങ്കിൽ 2 ഫ്ലജല്ല ഉണ്ടാകും. അത് മോട്ടൈലാണ്, മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ സാധാരണയായിട്ട് ഈ മെയിൽ ഗ്യാമീറ്റിന് നമ്മൾ ആന്ത്രോസൂയിഡ് അല്ലെങ്കിൽ സ്പേം എന്നാണ് പറയുന്നത്. മെയിൽ ഗ്യാമീറ്റിനെ, ഈ ചെറിയ ഇതിനെ, ആ റെഡ് കളറിലുള്ള ചെറിയ ഒരു പയർ പോലത്തെ ഇതിനെ നമ്മൾ മെയിൽ ഗ്യാമീറ്റ് അല്ലെങ്കിൽ ആന്ത്രോസൂയിഡ് എന്നാണ് പറയുന്നത്. ദെൻ ഈ ഫീമെയിൽ ഗ്യാമീറ്റ് നോക്കുക, ആ മെയിൽ ഗ്യാമീറ്റിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഫീമെയിൽ ഗ്യാമീറ്റ് എന്ത് വലുതാന്ന് നോക്കുക, ഭയങ്കര ലാർജാണ്. അതുപോലെ തന്നെ പക്ഷെ അതിന് ഫ്ലജല്ല ഒന്നുമില്ല, അതായത് ലൊക്കോമോഷന് വേണ്ടിയിട്ട്, മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിന് ഫ്ലജല്ല ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫീമെയിൽ ഗ്യാമീറ്റ് എന്ന് പറഞ്ഞാൽ ലാർജാണ്, നോൺ മോട്ടൈലാണ്, ഫ്ലജല്ല ഒന്നുമില്ല. ഫ്ലജല്ല ഇല്ലാത്തതുകൊണ്ട് തന്നെ നോൺ മോട്ടൈലാണ്. ഈ ഫീമെയിൽ ഗ്യാമീറ്റിനെ നമ്മൾ പറയുന്നത് എഗ്ഗ് അല്ലെങ്കിൽ ഓവം എന്നാണ്. ഫീമെയിൽ ഗ്യാമീറ്റിനെ എഗ്ഗ് അല്ലെങ്കിൽ ഓവം, ഈ വലുതാണ് എഗ്ഗ് അല്ലെങ്കിൽ ഓവം എന്നാണ് പറയുന്നത്.
ദെൻ മിക്ക സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മിക്ക ഓർഗാനിസംസും എന്താണ്? ഹെട്രോഗാമീറ്റ്സ് ആണ്. എക്സാമ്പിൾ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഹെട്രോഗാമീറ്റ്സിന് കേട്ടോ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് സെക്ഷുവാലിറ്റി ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. ഫ്ലവറിങ് പ്ലാന്റ്സ് അതായത് നമ്മളിപ്പോൾ ചെടികളുടെ കാര്യത്തിലേക്ക് വരുവാണ്. അതായത് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളിൽ എങ്ങനെയാണ് സെക്ഷുവാലിറ്റി വരുന്നത്. നമ്മൾ ഈ ബൈസെക്ഷൽ, ഹോമോസെക്ഷൽ എന്നൊക്കെ ഉള്ള ബൈസെക്ഷൽ, യൂണിസെക്ഷൽ എന്നുള്ള ടേംസ് ഒക്കെ കേട്ടിട്ടുണ്ടാകും. ഇപ്പം എന്താണ് ബൈസെക്ഷൽ, എന്താണ് യൂണിസെക്ഷൽ? സെക്ഷുവാലിറ്റി ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് രണ്ട് തരത്തിലുണ്ട്, ബൈസെക്ഷൽ, യൂണിസെക്ഷൽ. ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒരു ഒറ്റ പ്ലാന്റിൽ തന്നെ ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഒറ്റ ഫ്ലവറിൽ തന്നെ. അതായത് ഒരേ പൂവിൽ തന്നെ, ഒരേ പൂവിൽ അല്ലെങ്കിൽ ഒരേ ചെടിയിൽ തന്നെ മെയിലും ഫീമെയിലും ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് അത് കാണുവാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ബൈസെക്ഷൽ. ബൈ എന്ന് പറയുമ്പോൾ രണ്ട്, ബൈസെക്ഷൽ രണ്ട് സെക്സും അതായത് മെയിലും ഫീമെയിലും കാണുന്നു ഒരൊറ്റ പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരൊറ്റ ഫ്ലവറിൽ. എക്സാമ്പിൾ ഹിബിസ്കസും ഇക്സോറ. ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തിപ്പൂ, ഷൂ ഫ്ലവർ. ദെൻ ഇക്സോറ ചെത്തി. ഇക്സോറയിലും അതുപോലെ തന്നെ ഈ ചെമ്പരത്തിയിലൊക്കെയാണ് ബൈസെക്ഷൽ കാണുന്നത്, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് കാണുന്നത്. ദെൻ യൂണിസെക്ഷൽ. യൂണിസെക്ഷൽ എന്ന് പറയുമ്പോൾ യൂണി എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗിൾ. യൂണിസെക്ഷൽ ഒരു സിംഗിൾ സെക്സ്, അതായത് ഒരു ചെടിയിൽ ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. ഇപ്പം ഒരു ഡിഫറെൻറ്റ് പ്ലാന്റിലായിരിക്കും, അതായത് രണ്ട് പ്ലാന്റിലായിരിക്കും, ഒരു പ്ലാന്റിൽ മെയിലും ഒരു പ്ലാന്റിൽ ഫീമെയിൽ, അല്ലെങ്കിൽ ഒരു ചെടിയിൽ തന്നെ രണ്ട് പൂക്കളിലായിട്ടായിരിക്കും കാണുന്നത്. ഒരു ചെടിയിൽ മെയിൽ ഫ്ലവറും മറ്റൊരു ചെടിയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഓൺ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഓർ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചെടിയിലോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവേഴ്സിൽ, അതായത് സെയിം ഇപ്പോൾ പപ്പായ ആണെങ്കിൽ പപ്പായ തന്നെ ആയിരിക്കും, പക്ഷെ അത് ഒന്നെങ്കിൽ വേറെ വേറെ പൂക്കളിലായിരിക്കും അല്ലെങ്കിൽ വേറെ വേറെ ചെടിയിലായിരിക്കും, അങ്ങനെ. അതിന് എക്സാമ്പിളാണ് പപ്പായ, കപ്ലങ്ങ. ദെൻ ഡേറ്റ് പാം, ഈന്തപ്പഴം. ദെൻ കുക്കുർബിറ്റ എന്ന് പറയുമ്പോൾ വെള്ളരി പോലെയുള്ള അതൊക്കെ വരുന്നത്, വെള്ളരി, കോവൽ അതൊക്കെ വരും കുക്കുർബിറ്റ. ദെൻ രണ്ട് തരത്തിലുണ്ട് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, സ്റ്റാമിനേറ്റും പിസ്റ്റിലേറ്റും. സ്റ്റാമിനേറ്റ് എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ മെയിൽ ഫ്ലവേഴ്സ് വിച്ച് ബിയർ സ്റ്റേമൻസ്. മെയിൽ ഫ്ലവർ ആയിരിക്കും. സ്റ്റാമിനേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേമൻസ് ഉണ്ടാകും, മെയിൽ ഫ്ലവർ ആയിരിക്കും. പിസ്റ്റിലേറ്റ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഫ്ലവർ ആയിരിക്കും, പിസ്റ്റിൽസ് ഉണ്ടായിരിക്കും. ദെൻ യൂണിസെക്ഷൽ പ്ലാന്റ്സിനെ പിന്നെയും ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട്, മൊണീഷ്യസ്, ഡയീഷ്യസ്. മൊണീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും ഫ്ലവേഴ്സ് ഒരു പ്ലാന്റിൽ തന്നെ. ഇപ്പോൾ ഒരു തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങിൽ തന്നെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടാവും. അതിന് എക്സാമ്പിൾ കോക്കനട്ടും കുക്കുർബിറ്റയാണ്. ദെൻ ഹോമോതാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ആൽഗയുടെ ഒക്കെ കേസ് എടുക്കുവാണ്. പായൽ, ഈ വെള്ളത്തിൽ കൂടെ ഒഴുകി വരുന്ന ക്യാര പോലെയുള്ള ആൽഗ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ക്യാര, ഈ ക്യാര പോലെയുള്ള ഈ ആൽഗയിലൊക്കെ ആണെങ്കിൽ ഈ മെയിലും ഫീമെയിലും സെയിം താലസിൽ തന്നെ, അതായത് ഈ ഒരു താലസ് എന്ന് പറഞ്ഞാൽ ഒരു വള്ളി, ആ ഒരു സെയിം താലസിൽ തന്നെ മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസ്. താഴെയുള്ള ആ ഉണ്ട പോലത്തെ ഗ്ലോബുലാർ സ്ട്രക്ചറാണ് മെയിൽ സെക്സ് ഓർഗൻ. മുകളിലത്തെ ആ ഒരു പൈനാപ്പിൾ പോലത്തെ ഉള്ള ആ ഒരു സ്ട്രക്ചർ ഊഗോണിയം, അതിനെയാണ് നമ്മൾ ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സെക്സ് ഓർഗൻസും ഒരു സെയിം താലസിൽ തന്നെ കാണുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഹോമോതാലിക്. ഒരേ താലസിൽ തന്നെ കാണുന്നു, ഹോമോതാലിക്. എക്സാമ്പിൾ ക്യാര. ദെൻ ഡയീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും ഫ്ലവേഴ്സ് ഡിഫറൻറ്റ് പ്ലാന്റ്സിലായിരിക്കും കാണുന്നത്, വ്യത്യസ്തമായിട്ടുള്ള ചെടികളിൽ. വ്യത്യസ്തം മീൻസ് ഡിഫറൻറ്റ്. ഒരേ ചെടിയിൽ തന്നെ രണ്ടും കാണത്തില്ല. അതിന് എക്സാമ്പിൾ പപ്പായയും ഡേറ്റ് പാമുമാണ്. ദെൻ ഹെട്രോതാലിക് മീൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഓൺ ഡിഫറൻറ്റ് താലെ. ഹെട്രോതാലിക്കിന് എക്സാമ്പിൾ നമ്മുടെ മാർക്കാൻഷ്യ എന്ന് പറഞ്ഞൊരു ബ്രയോഫൈറ്റാണ്. ഈ താഴെ ഈ മുകളിലിട്ട് രണ്ട്
തൂണുകൾ പോലെ പൊങ്ങിക്കുന്നുണ്ട്. മാർക്കാൻഷ്യയ്ക്ക് ഹെട്രോതാലസ് എന്ന് പറയാൻ കാരണം രണ്ട് വ്യത്യസ്തമായിട്ടുള്ള താലസുകളിലായിരിക്കും ഈ മെയിലും ഫീമെയിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ആദ്യത്തെ ഫീമെയിൽ താലസ് ആണ്, അതായത് അത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും ബിയർ ചെയ്യുന്നത്. രണ്ടാമത്തെ മെയിൽ താലസ് ആണ്, അവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും ബിയർ ചെയ്യുന്നത്. ഫീമെയിൽ താലസിൽ ആർക്കിഗോണിയോഫോറും മെയിൽ താലസിൽ ആന്ത്രിഡിയോഫോറും ആണ് ഉള്ളത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ഹെട്രോതാലിക് എന്താ ഹോമോതാലിക് എന്താന്ന് നോക്കുക. ദെൻ സെക്ഷുവാലിറ്റി ഇൻ ആനിമൽസ്. ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പ്ലാന്റ്സിൻ്റെ കാര്യമായിരുന്നു. പ്ലാന്റ്സ് ബൈസെക്ഷൽ ഉണ്ട്, യൂണിസെക്ഷൽ ഉണ്ട്. യൂണിസെക്ഷലിനെ തന്നെ പിന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സ്റ്റാമിനേറ്റും പിസ്റ്റിലേറ്റും. പിന്നെയും യൂണിസെക്ഷലിനെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്, മൊണീഷ്യസിൽ തന്നെ ഹോമോതാലിക് വരുന്നുണ്ട്, പിന്നെ ഡൈഷ്യസിലെ ഹെട്രോതാലിക്. ദെൻ സെക്ഷുവാലിറ്റി ഇൻ അനിമൽസ്. ഇനി അനിമൽസിൻ്റെ കേസിലുള്ള സെക്ഷുവാലിറ്റി. ബൈസെക്ഷൽ അനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ബൈസെക്ഷൽ ആയിട്ടുള്ള അനിമൽസ് ഉണ്ട്. നമുക്കതിനെ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് വിളിക്കാം. ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒരുമിച്ചുണ്ടാവും. അതായത് ഒരേ ഓർഗാനിസത്തിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും. അതിന് എക്സാമ്പിളാണ് എർത്ത് വാം, നമ്മുടെ മണ്ണിര. പിന്നെ സ്പോഞ്ച് ഉണ്ട്, ടേപ്പ് വാം, ലീച്ച്, അട്ട, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ബൈസെക്ഷൽ അനിമൽസ് ആണ്. എർത്ത് വാമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ആ ഇമേജിൽ, സെക്കൻഡ് ഇമേജിൽ ഓവറിയും ടെസ്റ്റിസും ഒരേ ആ ഒരു സിംഗിൾ ഓർഗാനിസത്തിൽ തന്നെ കാണാൻ പറ്റും. അപ്പം അതാണ് ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ. ബൈസെക്ഷൽ അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് അനിമലിൻ്റെ എക്സാമ്പിളാണ് എർത്തുവാം. എർത്തുവാം ആയിരിക്കും പഠിച്ചു വയ്ക്കാൻ എളുപ്പം. ദെൻ യൂണിസെക്ഷൽ അനിമൽസ്. യൂണിസെക്ഷൽ അനിമൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ ഒരു, അതായത് അതിന് എക്സാമ്പിൾ പാറ്റയാണ്. അതായത് കോക്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെൺ കോക്രോച്ച്, അതായത് ഒരു പെൺപാറ്റ ഒരു ആൺപാറ്റ, അങ്ങനെ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുണ്ടാവും. ഇൻഡിവിജ്വൽസ് ഒന്നെങ്കിൽ മെയിലായിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. അതുപോലെ മനുഷ്യൻ്റെ കേസിൽ ആണ് പെണ്ണ്, ആ ഒരു ഡിഫറൻ്റ് ആയിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഇവിടെ കോക്രോച്ചിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ മെയിൽ കോക്രോച്ച് ആണ്, അതിൻ്റെ അവിടെ എന്താണ് ടെസ്റ്റിസ് കാണാം. സെക്കൻഡ് വൺ ഫീമെയിൽ കോക്രോച്ച് ആണ്, അവിടെ ഓവറി കാണാം. ദെൻ യൂണിസെക്ഷൽ അനിമൽസിന് കോക്രോച്ച്, ഹ്യൂമൻ ബീങ്സ്, ക്യാറ്റ്, പൂച്ചയൊക്കെയാണ് എക്സാമ്പിൾ. ദെൻ നെക്സ്റ്റ് വണ്ണാണ് സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗ്യാമീറ്റ് ഫോർമേഷൻ. അതായത് ഗ്യാമീറ്റ് ഫോർമേഷൻ്റെ സമയത്തുള്ള സെൽ ഡിവിഷൻ. Gametes in all heterogametic species are of two types. അതായത് ഹെട്രോഗാമേറ്റിക്, അതായത് ഡിസിമിലർ ആയിട്ടുള്ള ഗ്യാമീറ്റ്സ് ഉള്ള എല്ലാ സ്പീഷ്യസിലും രണ്ട് തരത്തിലുള്ള ഗ്യാമീറ്റ്സ് ഉണ്ട്. ഹെട്രോഗാമേറ്റിക് സ്പീഷ്യസിലെല്ലാം രണ്ട് തരത്തിലുള്ള ഗ്യാമീറ്റ്സ് ഉണ്ട്, മെയിലും ഫീമെയിലും. ഗ്യാമീറ്റ്സ് എന്താണ്, ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എൻ, ഒരു സ്മോൾ ലെറ്റർ എൻ. Then haploid parents produces gametes by mitosis. Haploid parents എന്താണ്, മൈറ്റോസിസ് വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്യാമീറ്റ്സ്. ഹാപ്ലോയിഡ് പേരൻ്റ് ഗ്യാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോസിസ് വഴിയാണ്. അതിന് എക്സാമ്പിളാണ് ഫഞ്ചൈ, ആൽഗെ, ബ്രയോഫൈറ്റ്, മൊണീറ, അതൊക്കെ. മൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷണൽ ഡിവിഷനാണ്. അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടാകുന്നു. ദെൻ അത് കാണുന്നത് പറഞ്ഞ പോലെ ഫഞ്ചൈ, ആൽഗെ, ബ്രയോഫൈറ്റ്സിലൊക്കെയാണ്. ദെൻ ഡിപ്ലോയിഡ് പേരൻ്റ് മിയോസിസ് വഴിയാണ് ഗ്യാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മിയോസിസ് മീൻസ് റിഡക്ഷൻ ഡിവിഷൻ. ദെൻ അതിന് എക്സാമ്പിൾ ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, പിന്നെ മോസ്റ്റ് ഓഫ് ദ അനിമൽസ് ഇൻക്ലൂഡിങ് മെൻ. ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികൾ. ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഈ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഫേൺസ് ഒക്കെ ഇല്ലേ, ഫേൺസ്. ജിംനോസ്പേംസ് എന്ന് പറഞ്ഞാൽ പൈൻസ്, സൈക്കസ്, അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ. ദെൻ ഇവിടെ ഒരു കോളത്തിൽ കാണിച്ചേക്കുന്നത് നമുക്ക് നോക്കാം. നെയിം ഓഫ് ഓർഗാനിസം, അതുപോലെ തന്നെ അതിൻ്റെ ക്രോമോസോം നമ്പർ.
ഹ്യൂമൻ ബീങ്സ് അത് മിയോസൈറ്റും ഗാമീറ്റുമായിട്ട്. ഹ്യൂമൻ ബീങ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബീങ്സിന് 46 ക്രോമോസോംസ് ഉണ്ട്. 46 ക്രോമോസോംസ്. മിയോസൈറ്റിൽ എന്ന് പറഞ്ഞാൽ 2n, അതായത് 2n എന്ന കണ്ടീഷനിൽ 46 ക്രോമോസോംസ് ഉണ്ട്. അത് സിംഗിൾ n 23 എന്ന് പറഞ്ഞാൽ n ഗ്യാമീറ്റ്സ്. ക്രോമോസോം നമ്പർ ഇൻ ഗ്യാമീറ്റിൽ പറയുകയാണെങ്കിൽ 23 ഗ്യാമീറ്റ്സ് ഉണ്ടാവും. ദെൻ ഹൗസ് ഫ്ലൈയുടെ കേസ് എടുക്കുകയാണെങ്കിൽ മിയോസൈറ്റിൽ 12, അതായത് 12 എന്ന് പറയുമ്പോൾ 2n, അതിൻ്റെ പകുതി ആയിരിക്കും ഗ്യാമീറ്റിൽ വരുമ്പോൾ. n എന്ന് പറയുമ്പോൾ 6. റാറ്റിൽ 2n 42 ആണ്. അപ്പോൾ ഗ്യാമീറ്റിൽ ക്രോമോസോം നമ്പർ വരുമ്പോൾ 21. ഡോഗിൻ്റെ കേസിൽ മിയോസൈറ്റിൽ 78 ക്രോമോസോംസ് ആണ്. ഗ്യാമീറ്റിൽ ക്രോമോസോം നമ്പർ വരുമ്പോൾ 39 ആണ്. ദെൻ ക്യാറ്റിൽ 38 ക്രോമോസോംസ് മിയോസൈറ്റിലുണ്ട്. ഗ്യാമീറ്റിലേക്ക് വരുമ്പോൾ 19. ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ പഴങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുമ്പോൾ വരില്ലേ ഫ്രൂട്ട് ഫ്ലൈ, അതിൽ മിയോസൈറ്റിൽ 8 ക്രോമോസോംസും n കണ്ടീഷൻ അല്ലെങ്കിൽ ഗ്യാമീറ്റിലേക്ക് വരുമ്പോൾ, അതായത് 2 ഗ്യാമീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഗ്യാമീറ്റിൽ തെറ്റിപ്പോയി, ഗ്യാമീറ്റിൽ വരുമ്പോൾ 4. ദെൻ ഒഫിയോഗ്ലോസത്തിൽ 1260 മിയോസൈറ്റിലും 630, അതിൻ്റെ പകുതി ഗ്യാമീറ്റിൽ വരുമ്പോഴും. ദെൻ ആപ്പിളിൽ 34 മിയോസൈറ്റിലും ഗ്യാമീറ്റ് എടുക്കുമ്പോൾ 70. റൈസ്, അതായത് നെല്ലിൽ 24, അതിൻ്റെ ഗ്യാമീറ്റിൽ വരുമ്പോൾ 12. മെയ്സിൽ 20, അതിൻ്റെ ഗ്യാമീറ്റ് വരുമ്പോൾ 10. പൊട്ടറ്റോയിൽ 48, അതിൻ്റെ ഗ്യാമീറ്റ് വരുമ്പോൾ 24. ബട്ടർഫ്ലൈയിൽ 350, ഗ്യാമീറ്റിൽ വരുമ്പോൾ 190. ഒനിയനിൽ 16, അതിൻ്റെ ഗ്യാമീറ്റിൽ വരുമ്പോൾ 8. അങ്ങനെ. ദെൻ മിയോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. അതായത് ഒരു പ്രത്യേക തരം സെൽസ് അല്ലെങ്കിൽ ഗ്യാമീറ്റ് മദർ സെൽസ് എന്ന് പറയാം. അത് കാണുന്നത് ഡിപ്ലോയിഡ് ഓർഗാനിസം 2n കണ്ടീഷനുള്ള ഓർഗാനിസത്തിലാണ് ഈ മിയോസൈറ്റ്സ് കാണുന്നത്. അതെന്ത് ചെയ്യുന്നു? മിയോസിസിനെ അണ്ടർഗോ ചെയ്യുന്നു. എന്നിട്ട് അത് ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്സ് ഉണ്ടാക്കുന്നു. അതായത് 2n ഡിവിഷൻ നടന്നിട്ട് n എന്ന് പറഞ്ഞിട്ട് ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ ഓർ സിംഗമിങ്. അതായത് മെയിലും ഫീമെയിലും ഗ്യാമീറ്റ്സും ഫ്യൂസ് ചെയ്ത് ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിംഗമി എന്ന് പറയുന്നത്. ഈ മെയിലും ഫീമെയിൽ ഗ്യാമീറ്റ്സും എന്താണ്? ഹാപ്ലോയിഡ് ആണ്. n മെയിൽ ഹാപ്ലോയിഡ് n, ഫീമെയിൽ ഗ്യാമീറ്റ് n, അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? ഡിപ്ലോയിഡ് 2n ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകുന്നു. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവുന്നു. ദെൻ ഈ ഫെർട്ടിലൈസേഷൻ വഴി സൈഗോട്ട് 2n ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകുന്നു. അടുത്തത് പാർത്തനോജെനസിസ് എന്താണെന്നാണ്. പാർത്തനോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ഗ്യാമീറ്റ്, അതായത് ഫീമെയിൽ ഗ്യാമീറ്റ് എഗ്ഗ് ഡെവലപ്പ് ചെയ്തിട്ട് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നു. ഫെർട്ടിലൈസേഷൻ കൂടാതെ മെയിലും ഫീമെയിലും ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. പാർത്തനോജെനസിസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഫീമെയിൽ ഗ്യാമീറ്റ്, അതായത് എഗ്ഗ് തന്നെത്താനെ ഡെവലപ്പ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ കൂടാതെ പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നു. ഈ ഒരു ഫിനോമിനനെയാണ് നമ്മൾ പാർത്തനോജെനസിസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് കാണുന്നത് ഹണിബി, അതായത് നമ്മുടെ തേനീച്ചകളിലും ചില ലിസാർഡുകളിലും പിന്നെ ടർക്കി കോഴി, അതിലൊക്കെയാണ് കാണുന്നത് ഈ പാർത്തനോജെനസിസ്. ദെൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്താണെന്നാണ് വന്നേക്കുന്നത്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ സിംഗമി വിച്ച് ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസം ഇൻ ദ എക്സ്റ്റേണൽ മീഡിയം ഈസ് കോൾഡ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ.
അതായത് ഒരു എക്സ്റ്റേണൽ മീഡിയം, അതായത് ഇപ്പോൾ ഒരു വാട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാട്ടറിലുള്ള ഒരു മീൻ, വെള്ളത്തിലുള്ള ഒരു മീൻ, ആ മീൻ അതിൻ്റെ എക്സ്റ്റേണൽ മീഡിയം എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ടറാണ്. അതായത് ആ ബോഡി, മീനിൻ്റെ ശരീരത്തിന് വെളിയിലേക്ക് എന്താണ്, സിംഗമി നടക്കുന്നു. ദ സിംഗമി വിച്ച് ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ പുറത്ത് എക്സ്റ്റേണൽ മീഡിയത്തിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇപ്പോൾ ഈ തവളേനെയൊക്കെ കണ്ടിട്ടില്ലേ, തവളയാണെങ്കിൽ അത് വെള്ളത്തിൽ മുട്ടയിടുന്നു, എന്നിട്ട് അതിനുശേഷം ഫീമെയിൽ തവള മുട്ടയിട്ടിട്ട് പോയിട്ട് മെയിൽ തവള വന്ന് സ്പേം സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അത് എന്താണ്, ഔട്ട്സൈഡ്, ആ ബോഡിയിലല്ല നടക്കുന്ന, ഔട്ട്സൈഡ് മീഡിയത്തിലാണ് നടക്കുന്നത്. അതിന് എക്സാമ്പിൾ ബോണി ഫിഷസും ഫ്രോക്സ്, ആംഫിബിയൻസ് എന്ന് പറയുമ്പോൾ ഫ്രോക്സ് ഒക്കെ വരും. ദെൻ ആൽഗെ. അടുത്തത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് അറ്റ് ദ സെയിം ടൈം. അതായത് സെയിം ടൈമിൽ തന്നെ, ഒരേ സമയത്ത് തന്നെ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും റിലീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് ഗ്യാമീറ്റ്സ് സറൗണ്ടിങ് മീഡിയത്തിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ലാർജ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അതായത് ലാർജ് നമ്പറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ്സ്പ്രിങ്സ് അല്ലെങ്കിൽ യങ് വൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ബോണി ഫിഷും ഫ്രോഗും. ദെൻ ഇതിന് ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഇങ്ങനെ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സ് എന്താണ്, പ്രിഡേറ്റേഴ്സ്, അതായത് വേറെ ഉള്ളപ്പോൾ ഇപ്പോൾ ഈ തവളയുടെയൊക്കെ കുഞ്ഞുങ്ങളാണെങ്കിൽ, അതായത് ടാഡ്പോള്, വാൽമാക്രയൊക്കെ നമ്മുടെ വെള്ളത്തിൽ ഇങ്ങനെ ഓഫ്സ്പ്രിങ്സ് വന്നു കഴിയുമ്പോൾ അത് വേറെ എന്തെങ്കിലും ഓർഗാനിസംസ്, ഇപ്പോൾ പാമ്പൊക്കെ വന്ന് അതിനെ പ്രിഡേറ്റ് ചെയ്യാനായിട്ട്, അത് തിന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്താണ്, ഓഫ്സ്പ്രിങ്സ് പ്രിഡേഷന് വൾണറബിൾ ആണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഓഫ്സ്പ്രിങ്സ് മാത്രമാണ് എന്താണ് വലുതായിട്ട് അഡൾട്ട്ഹുഡിലേക്ക് എത്തത്തുള്ളൂ. ദെൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മീഡിയത്തിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ഔട്ട്സൈഡിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അതിന് എക്സാമ്പിൾ ആൽഗയും ഫിഷസും ഒക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സിംഗമി നടക്കുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിലാണ്. അതിന് എക്സാമ്പിൾ ഫഞ്ചൈ, അതായത് ഈ കൂൺ വർഗത്തിൽ പെടുന്നവ, പിന്നെ റെപ്റ്റൈൽസ്, മാമൽസ്, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് ഒക്കെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ വഴിയാണ്. ഇനി ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനിൽ എഗ്ഗ് ഫീമെയിൽ പേരൻറ്റിൻ്റെ ഉള്ളിൽ ആണ് ഉണ്ടാവുന്നത്. അവിടെ എന്താണ്, മെയിൽ ഗ്യാമീറ്റ് വന്ന് ഫ്യൂസ് ചെയ്യുന്നു. ഫീമെയിൽ പേരൻറ്റിൻ്റെ ഉള്ളിലുണ്ടാകുന്ന എഗ്ഗിലേക്ക് മെയിൽ ഗ്യാമീറ്റ് വന്ന് ഫ്യൂസ് ചെയ്യുന്നു. മെയിൽ ഗ്യാമീറ്റ്സ് മോട്ടൈലാണ്. നമ്മൾ ആദ്യം പിക്ചർ കണ്ടാണ് മെയിൽ ഗ്യാമീറ്റിൽ എന്തുണ്ട്, ഫ്ലജല്ല ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അപ്പം മെയിൽ ഗ്യാമീറ്റ് മൂവ് ചെയ്ത് ഫീമെയിൽ ഗ്യാമീറ്റിൻ്റെ അടുത്തെത്തുന്നു, അതായത് എഗ്ഗിൻ്റെ അടുത്തെത്തുന്നു. അതുപോലെ തന്നെ ലാർജ് നമ്പർ, കുറേ മെയിൽ ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ നമ്പർ ഓഫ് എഗ്സ് പ്രൊഡ്യൂസ്ഡ് ഈസ് വെരി സ്മോൾ. അതായത് നമ്മുടെ ഫീമെയിൽ ഗ്യാമീറ്റ്, എഗ്ഗ് വളരെ കുറച്ച് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, പക്ഷേ സ്പേം അല്ലെങ്കിൽ മെയിൽ ഗ്യാമീറ്റ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ സീഡഡ് പ്ലാന്റ്സ്, അതായത് വിത്തുള്ള പ്ലാന്റ്സിലൊക്കെ, എക്സാമ്പിൾ ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസിലൊക്കെ നോൺ മോട്ടൈൽ മെയിൽ ഗ്യാമീറ്റ്സ് ആർ ക്യാരിഡ് ടു ഫീമെയിൽ ഗ്യാമീറ്റ്സ് ബൈ പോളൻ ട്യൂബ്. അതായത് ഈ സീഡുള്ള പ്ലാന്റ്സിലൊക്കെ ഒരു പോളൻ ട്യൂബ് ഉണ്ടാകും. ആ പോളൻ ട്യൂബാണ് ഈ മെയിൽ മീറ്റിനെ, അതിൻ്റെ അകത്ത് സീഡഡ് പ്ലാന്റ്സിൽ എന്താണ്, മെയിൽ ഗ്യാമീറ്റ് നോൺ മോട്ടൈൽ, അതിന് ഫ്ലജല്ലയൊന്നുമില്ല. അപ്പോൾ പോളൻ ട്യൂബാണ് ഈ മെയിൽ ഗ്യാമീറ്റിനെ ഫീമെയിൽ ഗ്യാമീറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. എല്ലാ പോയിൻറ്റ്സും നോട്ട് ചെയ്ത് പോവുക. ഇനി ഇതിൻ്റെ അകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻസൊക്കെ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു.